രാഷ്ട്രീയ ടോക്സിൻ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ തുടരും എന്ന സിനിമ റിലീസ് ചെയ്തു. വളരെ വലിയ രീതിയിലുള്ള വളരെ ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടുകളോടുകൂടി ആ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് സിനിമാ നിരൂപകരെയും അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകരെയും അല്ലെങ്കിൽ സിനിമ എന്താണെന്ന് പ്രതീക്ഷിച്ചവരുടെയും കണക്കൂട്ടലുകൾക്ക് അപ്പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു തുടക്കമാണ് തുടരും. അതിഗംഭീരമായിട്ടുള്ള തുടക്കമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിലും വലിയ രീതിയിലേക്കുള്ള കളക്ഷനിലേക്ക് തുടരും വരും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. ലാലേട്ടൻ്റെ മുൻകാല സിനിമകളെ പോലെ, അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ കാലത്ത് ഇറങ്ങിയിട്ടുള്ള ലാലേട്ടൻ്റെ സിനിമകളെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ 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 ഗംഭീരമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് തുടരുമെന്ന് പറയുന്നത്. ലാലേട്ടൻ്റെ ആരാധകരായിട്ടുള്ളവർക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. അതോടൊപ്പം ഞാൻ പറഞ്ഞ കണക്ക് ഇപ്പം പഴയ ലാലേട്ടൻ എവിടെ പോയി, ഞാനിപ്പം ഇന്നലെ ഈ സിനിമയുടെ ഒപ്പീനിയൻ പങ്കുവച്ചപ്പോഴും ഞാൻ പറഞ്ഞു പഴയ ലാലേട്ടനൊന്നുമില്ല, പുതിയ ലാലേട്ടനിൽ ഗംഭീരമായിട്ട്, അതായത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടുകൊണ്ടിരുന്ന ലാലേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളെയെല്ലാം മാറ്റി നിർത്തി അല്ലെങ്കിൽ പൊളിച്ചടുക്കിയിട്ട് ലാലേട്ടൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനല്ല. പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള സാധാരണ രീതിയിലുള്ള ലാലേട്ടനെ വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗംഭീര വേഷം തന്നെയാണ്. പക്ഷെ അല്ലാതെ നമ്മൾ പറഞ്ഞാണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോളാണ് തുടരുമെന്ന് പറയുന്ന സിനിമയിൽ നിന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ലാലേട്ടൻ ആ സിനിമയിൽ ആ കഥാപാത്രത്തിനെ അതിഗംഭീരമാക്കിയിട്ടുണ്ട്. ആ സിനിമ ഒരു ലാലേട്ടൻ്റെ സിനിമ തന്നെയാണ്. ഇപ്പം വില്ലനെ പുകഴ്ത്തുന്നവരും പ്രശംസിക്കുന്നവരും ഒക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമാണ് വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളുടെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടത്. പക്ഷേ എന്നാലും ഇതൊരു ലാലേട്ടൻ്റെ സിനിമ തന്നെയാണ്. കാര്യം അത്രയും ഗംഭീരമായിട്ടാണ് അദ്ദേഹം ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിരിക്കുന്നത്. തരുൺ മൂർത്തി വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാനൊരു വാക്ക് പ്രയോഗിച്ചാണ്, ഒരു പക്ഷേ ഈ സിനിമ ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറാനുള്ള എല്ലാവിധ സാധ്യതകളുമുള്ള സിനിമയാണ്. കാര്യം നമുക്കറിയാം, കാര്യം അത്രയും ഗംഭീരമായിട്ടുള്ള തുടക്കവും അത്രയും വലിയൊരു അഭിപ്രായവും വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലാലേട്ടൻ്റെ ഈ ഒരു സിനിമ വലിയ വിജയത്തിലേക്ക് പോകണം. പക്ഷേ ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ടിരിക്കുമ്പം പോലും ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ചില ആൾക്ക് പറഞ്ഞ കണക്ക് എന്തൊക്കെയായാലും അവർ മുമ്പ് പഠിച്ചു വെച്ചതേ അവർ പാടത്തുള്ളൂ. അതിപ്പോൾ ഈ പറഞ്ഞ കണക്ക് അവർക്ക് ഈ പറഞ്ഞ കണക്ക് ഈ സിനിമ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് തള്ളും കാര്യങ്ങളും ഒന്നുമില്ലാതെ തന്നെ ഈ സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് പോകുമെന്ന് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു, ഇന്നും അങ്ങനെ പറയുന്നു. ഇനി ഒരു വീഡിയോ ചെയ്യുമ്പോഴും അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് അഭിപ്രായം പറയേണ്ടടുത്ത് നമ്മൾ പറയണം. ഒരു തെറ്റ് എന്ന് പറയുന്നത് ഇപ്പം ബസുക്ക എന്ന് പറയുന്ന ഒരു സിനിമ പലരും പല കളക്ഷൻ തള്ളുമ്പം പോലും ഞാൻ ഇപ്പോൾ ഇന്നും പറയുന്ന കണക്ക് ആ സിനിമയുടെ കളക്ഷൻ ഏതാണ്ട് സാക്നിൽക്ക് റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണ്ട് 27 കോടിക്ക് അടുപ്പിച്ച് മാത്രമേ ഉള്ളത്. 26.9 27 കോടിയാണ് ബസുക്കയ്ക്ക് കാണുന്നത്. കാര്യം ഞാൻ ഈ ഉള്ള കളക്ഷൻ, പ്രത്യേകിച്ച് സാക്നിൽക്കിൻ്റെ കളക്ഷൻ വെച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇല്ലാത്ത കളക്ഷൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് മമ്മൂക്കയുടെ ആയാലും ലാലേട്ടൻ്റെ ആയാലും ആരുടെ സിനിമയായാലും ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ കാര്യമോ പറയുന്നത്, മറ്റുള്ള യൂട്യൂബർമാരുടെയോ അല്ലെങ്കിൽ മമ്മൂക്ക ഫാൻസിൻ്റെയോ അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻസിൻ്റെയോ കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ ചില യൂട്യൂബേഴ്സ് ഇപ്പം തന്നെ തള്ളു തുടങ്ങി. അതായത് സാധാരണഗതിയിൽ ലാലേട്ടൻ പോലും അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂർ പോലും ഒരു പക്ഷേ ചിലപ്പോൾ തുടരും സിനിമ നിർമ്മിച്ച രജപുത്ര രഞ്ജിത്തിന് പോലും അത്തരത്തിലുള്ള തള്ളി ഒരു വലിയ ഒരു കളക്ഷൻ കയറ്റണമെന്ന് ആഗ്രഹിക്കാത്ത സാഹചര്യത്തിൽ, കാര്യം അതിനൊന്നും ആവശ്യമില്ല, ആ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഓരോരുത്തർ അതിൻ്റെ ഒരു കളക്ഷൻ പുറത്ത് വിടുന്നുണ്ട്. 15 കോടിയാണ് ഫസ്റ്റ് ഡേയിൽ അതിൻ്റെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ 20 കോടിയാണ് അതിൻ്റെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന പല ആൾക്കാരെയും കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല എൻ്റെ യാഥാർത്ഥ്യം. ഫസ്റ്റ് ഡേയിൽ നമ്മൾ പറഞ്ഞ കണക്ക് വളരെ ഗംഭീരമായിട്ടുള്ളൊരു കളക്ഷൻ നേടിയിട്ടുണ്ട്. പക്ഷേ ആ കളക്ഷൻ എന്ന് പറയുന്നത് വേൾഡ് വൈഡായിട്ട് സാക്നിൽക്ക്, നമ്മൾ ഇത്രയും നാൾ സാക്നിൽക്കിൻ്റെ കളക്ഷൻ വെച്ചിട്ട് മാത്രമാണ് സംസാരിച്ചിട്ടുള്ള കാര്യം. ആധികാരികമായിട്ടുള്ള കളക്ഷൻ പുറത്തു വിടുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ് സാക്നിൽക്ക്. അല്ലാതെ ഞാൻ മുമ്പേ പറഞ്ഞ മമ്മൂക്കയുടെ പേജിൽ കൂടെ പുറത്തുവിട്ടൊരു കളക്ഷൻ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ പേജിൽ കൂടെ ഒരു കളക്ഷൻ പുറത്തുവിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ ഒരു ഫാൻസ് പേജിൽ കൂടെ ഒരു കളക്ഷൻ പുറത്തുവിട്ട് അപ്പം അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഈ പറയുന്ന കളക്ഷൻ പെരുപ്പിച്ച് കാണിക്കുന്ന ചില ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽ എന്നെ പെടുത്തേണ്ട. അതിന് ആരുടെ സിനിമയായാലും ശരി, മമ്മൂക്കയുടെ സിനിമയായാലും ലാലേട്ടൻ്റെ സിനിമയായാലും ആരുടെ സിനിമയായാലും ഞാൻ ഇന്നുവരെ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പം ഈ പറഞ്ഞ കണക്ക് ഇല്ലാത്തൊരു കളക്ഷൻ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ പോലും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം തുടരും എന്ന് പറയുന്ന സിനിമയുടെ ഒരു വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന അത് സാക്നിൽക്ക് പുറത്തു വിട്ടിരിക്കുന്ന ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ 11 കോടിയാണ്. 11 കോടി. ആ 11 കോടി അവർ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് 6 കോടിയിൽ പരം രൂപ ഇന്ത്യ ഒന്നാകെ, നമ്മുടെ കേരള ബോക്സ് ഓഫീസും ഇന്ത്യ ഒന്നാകെ ഏതാണ്ട് 6 കോടിയും അതോടൊപ്പം 5 കോടിയാണ് അവർ ഓവർസീസിൽ നിന്ന് സിനിമയ്ക്ക് വന്നിരിക്കുന്ന കളക്ഷനായിട്ട് പറയുന്നത്. അങ്ങനെ 6ഉം 5ഉം 11 കോടി രൂപയാണ് ഫസ്റ്റ് ഡേ വേൾഡ് വൈഡായിട്ട് കളക്ഷൻ വന്നിരിക്കുന്നത്. അല്ലാതെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡിൽ 15 കോടിയും 16 കോടിയും 20 കോടിയൊന്നും തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് വന്നിട്ടില്ല. ഇന്നലെ തുടരുമെന്ന് പറയുന്ന സിനിമയെ നല്ല അഭിപ്രായം പറഞ്ഞപ്പം സ്വാഭാവികമായിട്ടും ചില ആൾക്കാർ വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള രീതിയിൽ
രീതിയിൽ ലാലേട്ടൻ്റെ ഫാൻസുകാർ കമൻ്റ് ഇട്ടു. പക്ഷേ ചില ആൾക്കാർ നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് ലാലേട്ടൻ്റെ ഫാൻസിൽ തന്നെ ഒരു ലാലേട്ടൻ്റെ സിനിമയ്ക്ക് ഒരു നല്ല അഭിപ്രായം പറയുമ്പോൾ അവിടെയും ചൊറിഞ്ഞ് ലാലേട്ടനെ രണ്ട് തെറി പറയിപ്പിക്കാത്ത രീതിയിൽ നമ്മളെ പോലുള്ള ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാത്ത രീതിയിൽ വരുന്നവന്മാരും ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് ലാലേട്ടൻ്റെ സിനിമ ഞാൻ വീണ്ടും പറഞ്ഞു, തുടരും ഒരു ഗംഭീര സിനിമയാണ്. പക്ഷേ എമ്പുരാൻ ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. എമ്പുരാൻ്റെ ആദ്യത്തെ ദിവസം വളരെ നല്ല രീതിയിലുള്ള സിനിമയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പിന്നീട് അതിൻ്റെ കളക്ഷനകത്ത് തള്ളിക്കയറ്റാനും പരാജയപ്പെടുന്ന ഒരു സിനിമയെ വിജയിച്ചു എന്ന് പറയുന്ന രീതിയിലേക്ക് ചിത്രീകരിക്കാനും ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞു. അപ്പോൾ പലരും പറഞ്ഞ് താൻ ആ സിനിമയുടെ തുടക്ക സമയത്ത് ആ സിനിമയെ വളരെ വലിയ രീതിയിൽ പ്രശംസിച്ച് പറയുകയും പിന്നീട് ഞാൻ സിനിമയെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അത് കാണുന്ന അങ്ങനെ ധരിക്കുന്നവരുടെ വിവരക്കേടെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. കാര്യം ഞാൻ എമ്പുരാൻ സിനിമ മോശമാണെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞ കണക്ക് തന്നെയാണ് ഇപ്പോഴും എൻ്റെ അഭിപ്രായം. ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്, നല്ല സിനിമ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് ഇല്ലാത്ത കളക്ഷൻ പെരുപ്പിച്ച് കാണിക്കുമ്പോൾ അത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്കയുടെ സിനിമയായാലും ലാലേട്ടൻ്റെ സിനിമയായാലും നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പുള്ള മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ സിനിമയും പറഞ്ഞിട്ട് വന്നിട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം മാത്രമേ എനിക്ക് എൻ്റെ സിനിമയെക്കുറിച്ച് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനോ എനിക്ക് പറയാനോ പറ്റൂ. അങ്ങനെ ഞാൻ പറഞ്ഞതിനകത്ത് ഒരു സിനിമയുടെയും കളക്ഷൻ ഞാൻ കൂട്ടി പറഞ്ഞിട്ടില്ല. സാക്നിൽക്കിൻ്റെ കളക്ഷൻ അടിസ്ഥാനമാക്കി മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ 15 കോടി 20 കോടി ഒന്നും കിട്ടിയില്ല, 11 കോടിയെ കിട്ടിയുള്ളതെന്ന് ഞാൻ പറയുമ്പം താൻ ഇന്നലെ വീഡിയോയ്ക്കകത്ത് തുടരും നല്ലത് പറഞ്ഞ് ഇന്ന് താൻ മോശം പറഞ്ഞെന്ന് പറയുമ്പം സ്കിപ്പ് ചെയ്ത് കാണുന്നവന്മാരോട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാര്യം വെച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഞാൻ സിനിമയല്ല മോശം പറയുന്നത്. നിങ്ങൾ ഇല്ലാത്ത കളക്ഷൻ പെരുപ്പിച്ച് കാണിച്ചാൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഞാൻ അതിനെ എതിർക്കും. ഇന്നാളെ ഒരാൾ പറയുന്നത് കേട്ട് എൻ്റെ ഞാൻ തന്നെ പറയുന്നില്ല അത്തരത്തിലുള്ള എൻ്റെ ബുദ്ധിയെ ആള് വളരെ പ്രശംസിച്ചുള്ള രീതിയിലാണിത് പറയുന്നതെങ്കിൽ പോലും പക്ഷേ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകൾ എൻ്റെ ബുദ്ധിയെ പ്രശംസിക്കാൻ വേണ്ടിയിട്ട് കാര്യം അപ്പം പറഞ്ഞ കണക്ക്. അപ്പോൾ എനിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളോടൊന്നും താല്പര്യമില്ല, അത്തരത്തിലുള്ള പ്രശംസകളും എനിക്ക് ഇഷ്ടമല്ല. കാര്യം പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ പറയും. തുടരും ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് കിട്ടിയിരിക്കുന്നത് 11 കോടി രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇപ്പോൾ രണ്ടാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് ഈ ശനിയാഴ്ച എന്ന് പറയുന്നത് ഒരു പക്ഷേ ചിലപ്പം ഈ അവരുടെയൊക്കെ കണക്കുകൂട്ടൽ പോലെ ഫസ്റ്റ് ഡേ അവർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച 15-20 കോടിയൊക്കെ ചിലപ്പം രണ്ടാമത്തെ ദിവസമായി ഇന്ന് ശനിയാഴ്ച കിട്ടാൻ സാധ്യതയുണ്ട്. അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും തുടരും ഒരു വലിയ രീതിയിലുള്ള വിജയമാവും. പക്ഷേ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ 11 കോടി മാത്രമാണ്. പെരുപ്പിച്ച് ആരും കാണിക്കേണ്ട കാര്യമില്ല. സാക്നിൽക്ക് വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാക്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്ന കളക്ഷനുകളുമായിട്ട് തീർച്ചയായിട്ടും എന്നെ പോലുള്ള യൂട്യൂബേഴ്സ് ചാനലിൽ കൂടെ വളരെ കൃത്യമായിട്ട് ആ സിനിമയുടെ കളക്ഷൻ പുറത്ത് വിട്ടുകൊണ്ടിരിക്കും. അതിന് ഏത് സിനിമയായാലും ശരി. ഏതായാലും തുടരും ഒരു വലിയ വിജയമായി മാറട്ടെ. ലാലേട്ടന് വളരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് ഉണ്ടാവട്ടെ. കാര്യം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് നേര് എന്ന് പറയുന്ന ഒരു സിനിമ മാത്രം വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ച് അതിലേറെ ഒരുപാട് സിനിമകൾ പരാജയപ്പെട്ടിട്ടുള്ള ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞാണ് കാത്തിരുന്ന് ഒരുപാട് ചൂട് കാലത്ത് കാത്തിരുന്നൊരു മഴ പെയ്യുമ്പം കിട്ടുന്ന ഒരു സുഖമാണ് അത് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം. കാര്യം ഈ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമ ഒരു വലിയ വിജയമാവട്ടെ. ലാലേട്ടൻ്റെ ഒരു ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവ് ഉണ്ടാകട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു. താങ്ക്